എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ISLുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കാൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ജംഷഡ്പൂർ FCക്കെതിരെയാണ്. ഈ ഒരു മാസം 30-ാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ആ ഒരു മത്സരത്തെ പറ്റിയും മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പുതിയൊരു പോസിബിൾ ലൈനപ്പുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിലവിൽ ISL പോയിന്റ് ടേബിളിൽ ജംഷഡ്പൂർ FC 19 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 5 സമനിലയും 9 തോൽവിയുമായി 20 പോയിന്റുമായി 8-ാം സ്ഥാനത്താണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനാവട്ടെ 18 മത്സരങ്ങളിൽ നിന്ന് 9 വിജയവും 2 സമനിലയും 7 പരാജയവുമാണുള്ളത്. 29 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് ISL ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ളത്. ഇരു ടീമുകളുടെയും അവസാനത്തെ 5 ഹെഡ് ടു ഹെഡ് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 വിജയവും ജംഷഡ്പൂർ FCക്ക് 1 വിജയവും 1 സമനിലയുമാണുള്ളത്. ഈ ഒരു സീസണിൽ തന്നെ ഇരു ടീമുകളും ഏറ്റുമുട്ടിയ കഴിഞ്ഞ മത്സരത്തിൽ 1-0 എന്ന ഗോൾ ലൈനിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു വിജയം. ആ ഒരു ഗോൾ നേടിയത് അഡ്രിയാൻ ലൂണയാണ്. ഇനി ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് നോക്കാം. ഗോൾ കീപ്പറായിട്ട് കരൺജിത്ത് സിംഗ് തന്നെയായിരിക്കും ഉണ്ടാവുക. ലെഫ്റ്റ് ബാക്കായിട്ട് നവോച്ച സിംഗും റൈറ്റ് ബാക്കായിട്ട് സന്ദീപ് സിംഗും സെൻറ്റർ ബാക്കായിട്ട് മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ ഹോർമിപ്പം റൂവയും. പ്രീതം കോട്ടാലിന് ഈ ഒരു മത്സരത്തിൽ അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ ഒരു മത്സരത്തിലെ മോശം പ്രകടനവും അതുമാത്രമല്ല താരത്തിന് ചെറിയ രീതിയിലുള്ള ഇഞ്ചുറിയും ഉണ്ടായിരുന്നു. എന്നാലും അത് മാറിക്കാണും, കാരണം ഇത്രയും ദിവസത്തെ ഒരു ബ്രേക്ക് അല്ലേ. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ജിക്സൺ സിംഗും ബിപിൻ മോഹനനും, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് ഡയസുക്കെ സക്കായും റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് രാഹുൽ KPയും, ഇനി സ്ട്രൈക്കേഴ്സായിട്ട് ദിമിത്രിയോസ് ഡയമൻഡാക്കോസും ഫെഡർ ചെർണിച്ചും. അഡ്രിയാൻ ലൂണ മടങ്ങി വന്നിട്ടുണ്ടെങ്കിലും അടുത്തൊരു മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് താരത്തെ ലൈനപ്പിൽ ഉൾപ്പെടുത്താഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.